ഗസയിലെ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യഘട്ട ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹമാസ് വിട്ടുകൊടുത്ത 6 ഇസ്രായേലി സൈനികർക്ക് പകരമായി നൽകേണ്ട 600 ഫലസ്തീനി തടവുകാരെ ഇതുവരെയും വിട്ടയക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചകൾ നീണ്ടുപോകാനുള്ള കാരണങ്ങൾ എന്നുള്ളത്. ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്, ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കരാർ ലംഘനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ വെടിനിർത്തൽ കരാറിന്റെ അല്ലെങ്കിൽ അടുത്ത ഘട്ട ബന്ദി കൈമാറ്റ കരാറിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള കരാർ പ്രകാരം ഈ വിട്ടയക്കപ്പെട്ട 6 ഇസ്രായേലി പൗരന്മാർക്ക് പകരം 600ഓളം ഫലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടതുള്ളത്. പക്ഷേ ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്നുള്ളത് അത് വളരെ വ്യക്തമാണ്. അത് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഇസ്രായേലിനെ ലോകത്തിന് മുമ്പിൽ നാണിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അവസാനഘട്ട ബന്ദി കൈമാറ്റ നടപടികൾക്കുണ്ടായ സംഭവങ്ങൾ എന്നുള്ളത്. ഒരു ഇസ്രായേലി സൈനികൻ ഫലസ്തീനിലെ ഹമാസിന്റെ ഒരു ഇസുദ്ദീൻ അൽ ഖസാമിന്റെ പോരാളിയുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് യാത്രയപ്പ് നൽകിയതാണ് ഇസ്രായേലിനെ ലോകത്തിന് മുമ്പിൽ വലിയ രീതിയിലുള്ള നാണക്കേടുകളിലേക്ക് തള്ളിവിട്ടത്. പ്രത്യേകിച്ചും ഹമാസ് എന്നുള്ള ഇസ്രായേൽ ആരോപിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം എന്ന് ഇസ്രായേലും അമേരിക്കയും ആരോപിക്കുന്ന ഒരു സംഘടനയുടെ അവരുടെ പോരാട്ട പ്രസ്ഥാനമായ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പോരാട്ട പ്രസ്ഥാനത്തിന്റെ ഒരു അംഗത്തെ ഇസ്രായേലി സൈനികൻ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ടുള്ള യാത്രയപ്പ് നൽകി എന്നുള്ളത് വളരെ വലിയ പ്രത്യാഘാതമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് അവസാനഘട്ട ചർച്ചകൾ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിന് പ്രതികാരമായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ലോകത്തിന് മുമ്പിൽ ഹമാസ് നാണം കെടുത്തിയിരിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള 600ഓളം ഫലസ്തീനി തടവുകാരെ വിട്ടയക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ഈ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും അതുപോലെ തന്നെ അമേരിക്കയും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും അതൊന്നും ഇതുവരെയും വിജയം കാണാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം എന്നുള്ളത്. കാരണം ലോകത്തിന് മുമ്പിൽ അവർ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഹമാസ് എന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയായ അവർ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഹമാസ് എന്നുള്ള പ്രസ്ഥാനത്തിന്റെ അവരുടെ പോരാട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസുദ്ദീൻ അൽ ഖസാമിന്റെ ഒരു കമാൻഡറിനെയാണ്, ഒരു സേനാംഗത്തെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അവസാനഘട്ട യാത്രയപ്പിൽ അവരെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ തങ്ങളെ ഇത്രയും കാലം അവർക്ക് എല്ലാ പരിഗണനയും നൽകിക്കൊണ്ട് തങ്ങളെ സംരക്ഷിച്ച ഇസുദ്ദീൻ അൽ ഖസാമിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇസ്രായേലി സൈനികന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇസ്രായേലിനെ വലിയ രീതിയിൽ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അടുത്ത ഘട്ട ബന്ദി കൈമാറ്റ കരാറുകൾക്കുള്ള അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള സമയമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസം എന്നുള്ളത്. ഈ 600 ഫലസ്തീനി തടവുകാരെ വിട്ടേക്കേണ്ട സമയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇസ്രായേൽ അതിന് തയ്യാറായിട്ടില്ല. മധ്യസ്ഥ രാജ്യങ്ങൾ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിൽ ഏതെങ്കിലും തീരുമാനമായാലേ അടുത്ത ഘട്ട ബന്ദി കൈമാറ്റവും തുടർന്നുണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ സംഭവിക്കുള്ളൂ എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ ഇസ്രായേലിനെ നാണം കെടുത്താൻ ഹമാസിനും അതുപോലെ തന്നെ ഫലസ്തീനും സാധിച്ചു എന്നുള്ളതാണ് ഈ ബന്ദി കൈമാറ്റ കരാറിന്റെ അവസാനഘട്ട ചിത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യക്തമാവുന്നുള്ള കാര്യം എന്നുള്ളത്.